അളിയനോ? എങ്ങനെയുണ്ട് ഇപ്പൊ? കുറച്ച് ആശ്വാസമുണ്ട്. ഞാനൊരു യാത്ര പറയാൻ വന്നതാ. അളിയൻ എങ്ങോട്ടാ? ഞാനല്ല, അളിയൻ. അതിന് ഞാനെങ്ങോട്ടും പോകുന്നില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ അളിയ. കോടീശ്വരനായ അളിയനും പെങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ യോഗമില്ലാത്തത് കണ്ട് ഞാനിന്ന് സന്തോഷിച്ചു. നിങ്ങളുടെ കാലശേഷം അതൊക്കെ അനുഭവിക്കാൻ എനിക്കും മക്കൾക്കും മാത്രമാണല്ലോ യോഗമെന്നോർത്ത്. എന്റെ പെങ്ങൾ അകാലത്തിൽ മരിച്ചപ്പോഴും സന്തോഷം തോന്നി. ഈശ്വരാ, ഇനി ഒരാളുടെ മരണം കൂടി കഴിഞ്ഞാൽ മതിയല്ലോ എന്നോർത്തു. അതിനുശേഷം ഞാൻ വല്ലാത്ത കണക്കൂട്ടലുകളിലായിരുന്നു. സിറ്റിയുടെ നടുക്കുള്ള അളിയന്റെ ഒരേക്കർ തറവാട്ട് പറമ്പിൽ ഞാൻ പണിതുയർത്താൻ പോകുന്ന സ്റ്റാർ ഹോട്ടലിന്റെ വിഷ്വലും മനസ്സിൽ കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഡാം കിട്ടിയതുപോലൊരു തള്ളേ പോലും. ഇപ്പൊ അറ്റാക്ക് അളിയനല്ല അളിയാ, എനിക്കാ. ഇനി ആ ബ്ലോക്ക് ഉടനെ മാറ്റിയില്ല ഞാൻ ചത്തുപോളിയാ. വേണമെങ്കിൽ എനിക്ക് ആ തള്ളേ മോനെ കൊല്ലാം. എന്തിനാ 2 കൊല ചെയ്ത് വെറുതെ പാവം ഏറ്റുവാങ്ങുന്നത്? ഇതാകുമ്പോ ഒരു പാവം മാത്രം തലയിൽ വെച്ചാൽ മതിയല്ലോ. ഇനി ഓക്സിജൻ കിട്ടാതെ അളിയെ മരിച്ചു എന്ന പാപം എനിക്ക് വേണ്ട. ഒന്നുകളയും ഞാൻ. താനൊന്നും കണ്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഇത് പുറം ലോകം അറിഞ്ഞാൽ താനായിരിക്കും ഇത് ചെയ്തത്. പിന്നെ തന്റെ ഭാര്യയും 4 പെൺകുട്ടികളും താമസിക്കുന്ന വീട് കേരള പോലീസിന് കയറി നിരങ്ങാനുള്ള സത്രമായിരിക്കും. മനസ്സിലായോ? നോർമൽ ഡെത്ത്. അമ്മേ, ദേ അച്ഛൻ വന്നു. അതെന്റെ അമ്മയാ. നീ ആരാ സാർ? എന്നെ മനസ്സിലായില്ലേ? എന്നെ പരിചയപ്പെടുത്തിയതല്ലേ? എന്റെ അച്ഛനാത്. അച്ഛനോ? ആരുടെ അച്ഛൻ? ഞങ്ങളറിയാത്തൊരു മോനോ? ഇറങ്ങി പോടാ അവിടുന്ന്. പിടിച്ചു പോട്ടാക്കവനെ. എന്നാൽ അച്ഛനൊന്ന് കാണാൻ പോലും ഞങ്ങളെ സമ്മതിച്ചില്ല നാരായണേട്ട. കൃഷ്ണദാസ് സാർ നിങ്ങൾക്ക് തന്ന തറവാട്ടിൽ നിന്ന് നിങ്ങളെ അവർക്ക് ബലമായിട്ട് ഒഴിപ്പിക്കാൻ സാധിച്ചത് പോലീസ് ഫോഴ്സിന്റെ പിൻബലമുള്ളതുകൊണ്ടാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഈ കേസിൽ നിങ്ങൾ വിജയിക്കും. സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. സ്വത്തിനേക്കാളൊക്കെ എനിക്ക് വലുത് എന്റെ അച്ഛനായിരുന്നു.
എൻ്റെ അച്ഛനാണ് റിട്ടയർഡ് DGP കൃഷ്ണദാസ് എന്ന് അറിയിക്കാൻ എനിക്ക് സാറിൻ്റെ കയ്യിലിരിക്കുന്ന ആ വിൽപ്പത്രം മാത്രമേ തെളിവായിട്ടുള്ളൂ. മാത്യൂസ് ഒന്നും കണ്ടു. എന്തായാലും ഞാനിനി രണ്ടിലൊന്നും അറിഞ്ഞിട്ട് നാട്ടിലേക്കുള്ളൂ. തൽക്കാലം ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അമ്മയിപ്പോൾ അവിടെയാ. സാർ, ആ മാത്യു വർഗീസ് എൻ്റെ ജൂനിയറാ, മിടുക്കനാ. ഈ കേസ് മാത്യു അറ്റൻഡ് ചെയ്തോളൂ. ഞാൻ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, അതുകൊണ്ടാണ്. അല്ല അത് സാർ, പേടിക്കണ്ടടോ. ഈ കേസ് ഒരു അഡ്വക്കേറ്റും പ്രസന്റ് ചെയ്തില്ലെങ്കിലും താൻ ജയിക്കും. സോളിഡ് പ്രൂഫ് അല്ലേ നമ്മുടെ കയ്യിലുള്ളത്. ദൈവസാക്ഷിയായി കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. മരണമടഞ്ഞ റിട്ടയർഡ് DGP കൃഷ്ണദാസിന്റെ പേരിൽ എറണാകുളം സിറ്റിയിലുള്ള ബംഗ്ലാവിൽ നിന്നും എന്റെ കക്ഷികളായ രാജലക്ഷ്മിയെയും മകൻ വിജയകൃഷ്ണനെയും പോലീസ് ബലമായി ഒഴിപ്പിക്കുകയായിരുന്നു എന്നത് സത്യമല്ലേ? അതെ. എന്തിനാണ് അവരെ ബലമായിട്ട് ഒഴിപ്പിച്ചത്? പൂട്ടിക്കിടന്ന ആ തറവാട്ടിൽ അനധികൃതമായി കയറി താമസിച്ചതുകൊണ്ട്. അനധികൃതമായിട്ടാണ് അവർ താമസിച്ചതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ കൃഷ്ണദാസ് എന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അപ്പൊ നിങ്ങളുടെ സഹോദരിയാണോ കൃഷ്ണദാസിന്റെ ആദ്യ ഭാര്യ? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. താങ്ക് യു യുവർ ഓണർ. കൃഷ്ണദാസിന്റെ ആദ്യ ഭാര്യ എന്നുള്ള പരാമർശം തെറ്റാണ്. കൃഷ്ണദാസിന് ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ നിൽക്കുന്ന എന്റെ കക്ഷിയും സിറ്റി പോലീസ് കമ്മീഷണറുമായ ദേവരാജന്റെ സഹോദരിയാണ്. കൃഷ്ണദാസിന്റെ സ്വത്തിന് അവകാശം ഉന്നയിച്ചിട്ടുള്ള രാജലക്ഷ്മിയെ വിസ്തരിക്കുവാൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രൊസീഡ്. റിട്ടയർഡ് DGP കൃഷ്ണദാസിന്റെ സ്വത്തിന് വേണ്ടി അവകാശം ഉന്നയിച്ചിട്ടുള്ള നിങ്ങൾ കൃഷ്ണദാസിന്റെ ഭാര്യയാണോ? അതെ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം എവിടെ വെച്ചാണ് നടന്നത്? ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചാണോ? അല്ല. ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ? അല്ല. രജിസ്റ്റർ മാരേജ് ആയിരുന്നോ? അല്ല. അപ്പോ നിങ്ങൾ കൃഷ്ണദാസിന്റെ കീപ്പായിരുന്നോ? ഐ മീൻ വെപ്പാട്ടി? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. താങ്ക് യു യുവർ ഓണർ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. പിന്നെ എന്ത് ബന്ധമാണ് കൃഷ്ണദാസനും നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്നത്? ഞാൻ പ്രസവിച്ച എന്റെ മോൻ വിജയകൃഷ്ണന്റെ അച്ഛനാണ് കൃഷ്ണദാസ്. കൃഷ്ണദാസിന്റെ മകനാണ് വിജയകൃഷ്ണൻ എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? സാറല്ലേ ആ വിൽപത്രം തയ്യാറാക്കിയത്? എല്ലാം സാറിന് അറിയാലോ. ഗുഡ് ആൻസർ. കുറ്റം ഡിഫൻസ് ലോയർക്ക്. ആ വിൽപത്രം അല്ലാതെ മറ്റൊരു തെളിവും എന്റെ കയ്യിലില്ല. യുവർ ഓണർ, റിട്ടയർഡ് DGP കൃഷ്ണദാസിനെ അപകീർത്തിപ്പെടുത്താൻ വാദിഭാഗം മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണ് കൃഷ്ണദാസുമായിട്ടുള്ള രാജലക്ഷ്മിയുടെ ബന്ധമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താൻ DYSP കോശയെ വിസ്തരിക്കുവാൻ അനുമതി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രൊസീഡ്. ഈ കേസിലെ വാദി ഈ നിൽക്കുന്ന രാജലക്ഷ്മിയെ നിങ്ങൾക്കറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ലോഡ്ജ് റെയ്ഡ് ചെയ്തപ്പോൾ പിടിക്കപ്പെട്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇവരും ഉണ്ടായിരുന്നു. കേസ് ചാർജ് ചെയ്യരുതെന്ന് പറഞ്ഞ് എന്റെ കാല് പിടിച്ചപ്പോ ഞാൻ ഇവരെ വെറുതെ വിട്ടു. പിന്നീട് കുറച്ചു കാലം ഇവർ എന്റെ കൂടെ ആയിരുന്നു. പച്ചക്കള്ളാണ്. സൈലൻസ്, സൈലൻസ്. പിന്നീട് മറ്റു പലരുമായിട്ട് ഇവർക്ക് ഇടപാടുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ തന്ത്രപൂർവ്വം ഇവരെ കൈയൊഴിഞ്ഞു. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ കിടക്കുവോ വക്കീലേ? അതിനുശേഷം നിങ്ങൾ ഇവരെ കണ്ടിരുന്നോ? ഒരിക്കലൊരു കൈക്കുഞ്ഞുമായിട്ട് ഇവരെന്റെ വീട്ടിൽ വന്നു. ആ കുഞ്ഞ് എന്റെ മകനാണെന്ന് ഇവർ വാദിച്ചു. അത് നിങ്ങളുടെ കുട്ടിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു? പിന്നെ ഈ വർഷവും സമയമൊക്കെ വെച്ച് നോക്കുമ്പോ അത് എന്റെ തന്നെ ആകാനാ സാധ്യത. വിജേഷൻ എന്ന ആ കുഞ്ഞിന് പേരിട്ടത് ഞാനാ. എന്നിട്ട് മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം എന്റേത്. വിവരങ്ങൾ പുറത്തറിയിക്കാതിരിക്കാൻ എല്ലാ മാസവും ഒരു തുക ചെലവിനായി കൊടുക്കാറുണ്ട്. യുവർ ഓണർ,
ഇതുപോലെ പലരിൽ നിന്നും ഈ രാജലക്ഷ്മി പണം തട്ടിയെടുത്തതായി തെളിവുകളുണ്ട്. മാനക്കേട് കരുതി പലരും അത് പുറത്തു പറയുന്നില്ലെന്ന് മാത്രം. റിട്ടയർഡ് DGP കൃഷ്ണദാസിന് സംഭവിച്ചതും അത് തന്നെയാണ്. ഇത്തരത്തിൽ കൃഷ്ണദാസിനെയും രാജലക്ഷ്മി പല തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മാനസിക പീഡനത്തിൽപ്പെട്ടാകാം അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചതും മരണപ്പെട്ടതും എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. പണത്തിനു വേണ്ടി സമൂഹത്തിലെ ഏതൊരു മാന്യ വ്യക്തിയെയും കരുതേച്ച് കാണിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഇതുപോലെയുള്ള അഭിസാരികൾക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത് ഇനിയെങ്കിലും കൃഷ്ണദാസിനെ പോലെയുള്ള മാന്യന്മാർക്ക് സംരക്ഷണം നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.